Hello everyone. Welcome to our channel Spicy and Pastry. ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ടൊമാറ്റോ പുലാവാണ്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കും ഒക്കെ സ്കൂളിൽ കൊടുത്തു വിടാനോ അല്ലെങ്കിൽ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാനോ ഒക്കെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഇവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വാഷ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണി പോട്ടോ എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള കറുവപ്പട്ട, പിന്നെ 1 ടീസ്പൂൺ പെപ്പറും, പിന്നെ 4 ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ജീരകവും 1 തക്കോലം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ബേ ലീവ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു സവാളയാണ്. അപ്പോൾ അതൊന്ന് കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാടി വരട്ടെ. ആ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ ഇതുപോലെ വാടി വന്നതിന് ശേഷം ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ ഒന്ന് സിമ്മിലാക്കി ഇട്ടിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 2 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കവർ ചെയ്ത് ടൊമാറ്റോസൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വരെ കുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ടൊമാറ്റോ ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 4.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് തിളയ്ക്കുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബസ്മതി റൈസ് കഴുകി വെച്ചതൊന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചിട്ട് മൂടി വെച്ച് അതൊന്ന് വെന്ത് വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പക്ഷേ കുത്തി ഇളക്കാൻ പാടില്ല. കുത്തി ഇളക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അരിയൊക്കെ ഒന്ന് ബ്രേക്കായി പോകും. ഇവിടെ അപ്പോൾ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഉടനെ തന്നെ സെർവ് ചെയ്യുന്നതിന് പകരം ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതേ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണല്ലോ ഉണ്ടാക്കാനായിട്ട്, ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്